എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 5 ഡിസംബർ വ്യാഴാഴ്ചയാണ്. മാർക്കറ്റിൽ ഇന്നൊരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. മാക്സിമം ഒരു 30 to 40 പോയിൻറ്റ് ഗ്യാപ്പ് അപ്പോ അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് നമുക്കിന്ന് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇന്നലത്തെ ട്രേഡിൽ നിഫ്റ്റി 24,573.2 വരെ ഉയരുകയും അതിനുശേഷം 24,467 ക്ലോസ് ചെയ്തത്. അതേസമയം സെൻസെക്സ് ഒക്ടോബർ 21 ശേഷം ആദ്യമായി 81,000 പോയിൻറ്റ് ബ്രേക്ക് ചെയ്യുകയുണ്ടായി ട്രേഡിംഗ് സെഷനിൽ. അതിനുശേഷം 80,956 ഇന്നലെ ക്ലോസ് ചെയ്തത്. ഓവർസീസ് ഇൻവെസ്റ്റേഴ്സ് ബൈയിങ്ങിലായിരുന്നു എന്നുള്ളത് നമുക്ക് വീണ്ടും പോസിറ്റീവാണ്. 1,797.6 കോടിക്ക് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ബൈ ചെയ്തപ്പോൾ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് 900 crore സെല്ല് ചെയ്യുകയുണ്ടായി. പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കുമ്പോൾ ഇൻഡസ് ടവേഴ്സിൽ വോഡഫോൺ ഗ്രൂപ്പ് സ്റ്റേക്ക് സെല്ല് ചെയ്യുകയാണെന്ന് ന്യൂസുണ്ട്. അവർ 3% സ്റ്റേക്കാണ് സെല്ല് ചെയ്യുന്നത്. 7.9 കോടി ഷെയറുകൾ ഓപ്പൺ മാർക്കറ്റ് വഴി സെല്ല് ചെയ്യുകയാണ്. $101 മില്യൺ ഔട്ട്സ്റ്റാൻഡിംഗ് ഡെപ്റ്റ്സ് റീപേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഫണ്ട് ഉപയോഗിക്കുന്നത്. അടുത്തായി വോഡഫോൺ ഐഡിയ 2,000 കോടിക്ക് ഫണ്ട് റൈസിങ് കൺസിഡർ ചെയ്യുന്നുണ്ട്. QIP വഴിയായിരിക്കും. ഡിസംബർ 9 നടക്കുന്ന മീറ്റിങ്ങിലാണ് ഇവർ തീരുമാനിക്കുക. അടുത്തത് ടൊറൻറ്റ് ഫാർമസ്യൂട്ടിക്കൽസ് ആണ്. ഇവർ ജർമ്മനി ബേസ്ഡ് ആയിട്ടുള്ള ബോഹിംഗർ ഇംഗൽഹീം ഇൻ്റർനാഷണൽ എന്ന കമ്പനിയുമായിട്ട് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഇവരുടെ കയ്യിലുള്ള 3 ആൻറ്റി ഡയബറ്റിക് ബ്രാൻഡുകൾ അക്വയർ ചെയ്യാനുള്ള എഗ്രിമെൻറ്റാണിത്. ഹീറോ മോട്ടോർ കോർപ്പ് വിഡ V2 എന്ന പുതിയ സീരീസ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. അടുത്തത് ഭാരത് ഫോർജ് ആണ്. ഭാരത് ഫോർജ് ഒരു QIP റേസ് ചെയ്തിട്ടുണ്ട്. 1,650 കോടി റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ QIP. അടുത്ത ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ആണ്. ഇന്ദ്രപ്രസ്ഥ ഗ്യാസിൽ ബോണസ് ഇഷ്യൂ വരുന്നുണ്ട്. ഡിസംബർ 10 ഇവരിത് ബോർഡ് മീറ്റിങ്ങിൽ കൺസിഡർ ചെയ്യുക. അടുത്ത റെയിൽറ്റെലാണ്. റെയിൽറ്റെലിന് ചെറിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. 10.64 കോടി വാല്യൂ വരുന്ന ഈ ഓർഡർ ഗെയിൽ MLPS ആൻഡ് പോയിൻറ്റ് ലീസ്റ്റ് ലൈൻ ലിങ്ക്സിന് വേണ്ടിയിട്ടുള്ള ഒരു വർക്ക് ഓർഡറാണ്. അടുത്തത് ബോണ്ടാഡ എഞ്ചിനീയറിംഗ് ആണ്. ഈ കമ്പനിക്ക് 150 കോടിയുടെ ഒരു വർക്ക് ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ബീഹാർ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസിയിൽ നിന്നാണ് ഈ ഓർഡർ ലഭിച്ചിരിക്കുന്നത്. അടുത്ത ഡൈനാമിക് സർവീസ് സെക്യൂരിറ്റി ആണ്. ഈ കമ്പനിക്ക് ഒരു ഓഫർ ലെറ്റർ ലഭിച്ചിട്ടുണ്ട്. സോളാർ പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ്. 1,080 കോടിയുടെ ഫിക്സഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൽ നിന്നും ഈ പ്രൊജക്റ്റിന് വേണ്ടി ലഭിക്കുന്നതാണ്. അടുത്ത കിർലോസ്കർ ന്യൂമാറ്റിക് കമ്പനിയാണ്. ഈ കമ്പനി സിസ്റ്റംസ് ആൻഡ് കമ്പോണൻസ് എന്ന കമ്പനിയുടെ 15.5 കോടി വിലമതിക്കുന്ന 55.26% ഇക്വിറ്റി ഷെയർസ് അക്വയർ ചെയ്തിട്ടുണ്ട്. അടുത്ത ലാൻസർ കണ്ടെയ്നറാണ്. ഈ കമ്പനി ഓഷ്യൻ വോയേജ് ഷിപ്പിംഗ് ലൈനുമായിട്ട് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ചാർട്ടറിംഗ് ഓഫ് വെസൽസ് ആൻഡ് അലൈഡ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പാണിത്. അടുത്ത ക്വിക്ക് ഹീൽ ടെക്നോളജീസ് ആണ്. ഈ കമ്പനി പുതിയൊരു പ്രൊഡക്റ്റിൻ്റെ ലോഞ്ച് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ദി സെക്യൂറേറ്റ് മാൽവെയർ അനാലിസിസ് പ്ലാറ്റ്ഫോം എന്ന ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ലോഞ്ചാണ് കമ്പനി അനൗൺസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് ലെമൺ ട്രീ ഹോട്ടൽസ് ആണ്. ഈ കമ്പനിക്ക് ഒരു ലെറ്റർ ഓഫ് അവാർഡ് മേഘാലയ ഗവൺമെൻറ്റിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. റീഡെവലപ്മെൻറ്റ് ഓഫ് ഓർക്കിഡ് ഹോട്ടൽ എന്ന പ്രോജക്റ്റാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. അടുത്തായി ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് നോക്കുമ്പോൾ നിഫ്റ്റി നവംബർ ഫീച്ചേഴ്സ് 0.07% ഉയർന്ന് 24,563 96 പോയിൻറ്റ് പ്രീമിയത്തിലാണുള്ളത്. നിഫ്റ്റി നവംബർ ഫീച്ചേഴ്സിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് 0.01% അപ്പാണ്. നിഫ്റ്റി ഓപ്ഷൻസ് ഡിസംബർ 5 എക്സ്പയറി ഉള്ളതിൻ്റെ മാക്സിമം കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് 25,000 മാക്സിമം പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് 23,500 കാണാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഈ ആഴ്ച വരാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റുപ്പിക്ക് പ്രഷറുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് ബാങ്കുകളൊക്കെ ഇപ്പോൾ കയറുന്നത്. ഈ മീറ്റിങ്ങിലോ അല്ലെങ്കിൽ അടുത്ത ഫെബ്രുവരി നടക്കുന്ന മീറ്റിങ്ങിലോ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യൻ റുപ്പി 4 പൈസ കുറഞ്ഞ് 84.73 രൂപ പെർ ഡോളറായി മാറിയിട്ടുണ്ട്. നിഫ്റ്റിയുടെ ഷോർട്ട് ടൈം ട്രെൻഡ് പോസിറ്റീവാണെന്ന് നമുക്ക് കാണാം. ഒരു ഡിസി മൂവിൽ 24,500 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് 24,900 കാണാവുന്നതാണ്. താഴെയുള്ള ഇമീഡിയറ്റ് സപ്പോർട്ട് 24,300 ഇന്ന് വരാനുള്ള US ഫെഡറൽ റിസർവ് ചെയർ ജെറോം പവലിൻ്റെ കമൻസും അതുപോലെ US ജോബ്സ് ഡാറ്റയും മാർക്കറ്റ് ക്ലോസ്ലി വാച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോസിറ്റിവിറ്റി ഇനിയും തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു.